ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ആർക്കൊക്കെ ചോറിൽ രസം ഒഴിച്ച് കഴിക്കാൻ ഇഷ്ടമുണ്ട്? ഇവിടെ എൻ്റെ മോൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കറികളിലൊന്നാണ് രസം. അതുകൊണ്ട് ഞാൻ ഇടയ്ക്കൊക്കെ രസം ഉണ്ടാക്കാറുണ്ട്. നമുക്കിന്ന് പരിപ്പ് ചേർത്തിട്ടുള്ള ഒരു രസം ഉണ്ടാക്കാം. ഇതെൻ്റെ അമ്മയുടെ റെസിപ്പി കേട്ടോ. പ്രാസം ഒപ്പിച്ച് പറയുകയാണെങ്കിൽ അമ്മ ഉണ്ടാക്കുന്ന രസത്തിന് ഒരു പ്രത്യേക രസമാണ്. ഇതിൽ അമ്മ ചേർക്കാത്ത എക്സ്ട്രാ 1-2 സാധനങ്ങൾ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ബാക്കിയൊക്കെ അമ്മ വെക്കണം അതേപോലെ തന്നെയാണ്. അപ്പം എന്നാൽ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഒരു 1/4 കപ്പ് പരിപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ തക്കാളി നീളത്തിലരിഞ്ഞത്, ഒരു 2 പച്ചമുളക് കീറിയെടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂണ് കുരുമുളക് ചതച്ചത്, 1 ടേബിൾ സ്പൂണ് മുഴുവൻ മല്ലി ചതച്ചത്, ഒരു 10 അല്ലി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട്, ഒരു 2-3 ചെറിയ ഉള്ളി തൊലി കളഞ്ഞത്, 1/4 ടീസ്പൂൺ ജീരകം പൊടിച്ചത്, 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്, ഒരു ചെറിയ പീസ് കായം, ഒരു തണ്ട് കറിവേപ്പില, അവസാനമായിട്ട് 1 ടീസ്പൂണ് സാമ്പാർ പൗഡറും കൂടെ ചേർക്കും. ഈ സാമ്പാർ പൗഡർ ചേർക്കണ എൻ്റെ അമ്മയുടെ ഒരു ടിപ്പാണ് കേട്ടോ. ഇതെനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ. ഒരിക്കൽ എൻ്റെ അമ്മ പറഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ഉണ്ടാക്കി. ഇപ്പം ഞാൻ എപ്പോഴും ഇങ്ങനെ തന്നെ ഉണ്ടാക്കാറ്. ഇനി നമുക്ക് രസത്തിന് ആവശ്യമായിട്ടുള്ള പുളിയാണ് വേണ്ടത്. ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള വാളംപുളി എടുത്തിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് അവസാനമായിട്ട് രസത്തിൽ ചേർക്കാൻ കുറച്ച് മല്ലിയിലയും കൂടെ വേണം. ഇനി നമ്മൾ ചുവട് കെട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പരിപ്പിട്ട് കൊടുക്കാം. പരിപ്പ് ഞാനൊരു 2 മണിക്കൂർ കുതിർത്തിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ഇനി നമുക്ക് പരിപ്പിലേക്ക് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് കായം ചേർക്കാം. കായത്തിൻ്റെ പൊടിയാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഇവിടെ മുഴുവൻ കായാണ് ചേർക്കണം. ഇനി ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല, പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി തൊലി കളഞ്ഞതും ചേർക്കാം. ഇനി അടുത്തതായിട്ട് നമ്മൾ ചേർക്കുന്നത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തുണ്ട് ഞാൻ. ഇനി അവസാനമായിട്ട് ഇതിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിക്കണം. വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പരിപ്പ് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. മസൂർ ദാൽ ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ വേവിക്കണത്. അതല്ലാച്ച കുക്കർ തന്നെ എടുക്കേണ്ടി വരും. ഇപ്പം ഇതാ നമ്മുടെ പരിപ്പ് ഇവിടെ നന്നായിട്ട് വെന്തുണ്ട്. ഇനി ഇത് നമുക്കൊരു തവി വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. ഇനി ഈ പരിപ്പിലേക്ക് നമുക്ക് നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചതും പൊടിച്ചു വെച്ചതും ചതച്ച് വെച്ചതുമായിട്ടുള്ള എല്ലാ സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതാ നമ്മുടെ രസം ഇവിടെ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പുളി ചേർക്കാം. പുളി ചേർത്തതിന് ശേഷം ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്തു. എത്ര ക്വാണ്ടിറ്റി രസം വേണമെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു ചെറിയ പീസ് ശർക്കരയും കൂടെ ചേർത്തിട്ടുണ്ട്. ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ശർക്കര ചേർത്തത്. എൻ്റെ അമ്മ ഉണ്ടാക്കുമ്പോൾ ഈ ശർക്കര ഇടാറില്ല കേട്ടോ. ശർക്കരയും കൂടെ ഇട്ടുണ്ടെങ്കിൽ നമുക്ക് കല്യാണ സദ്യയിൽ കിട്ടുന്ന ആ ഒരു രസത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി നമുക്ക് ഈ രസം ഒന്ന് നന്നായി തിളപ്പിച്ചെടുക്കണം. നന്നായി തിളച്ചിട്ട് ആ പുളിയുടെ പച്ച ടേസ്റ്റൊക്കെ മാറണം. അപ്പോൾ അതാ നമ്മുടെ രസം ഇവിടെ നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഈ സമയത്ത് നമുക്ക് രസത്തിലേക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർക്കുന്ന സമയത്ത് വീഡിയോ കട്ടായി പോയി, അതുകൊണ്ടാണ് കേട്ടോ കാണാഞ്ഞത്. രസം എന്താ അവിടെ തിളച്ച് പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. ഇപ്പം നമ്മുടെ രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തിടണം. അതിനായിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ച് ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. കടുക് നല്ലോണം പൊട്ടി വന്നതിന് ശേഷം കടുകിലേക്ക് ഉണക്കമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടെ ചേർക്കാം. ഇനി നമുക്കിത് രസത്തിൽ ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ പണി. ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങനെ തന്നെയാണോ രസം വയ്ക്കാറെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതുവരെ അങ്ങനെ വെച്ചിട്ടില്ലാത്ത ആൾക്കാർ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് വെച്ച് നോക്കൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഇതുപോലെ രസം ഉണ്ടാക്കിയിട്ട് എങ്ങനെയുണ്ട് രസം എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബായ്.